കുറച്ച് ദിവസമായിട്ട് സിസ്റ്റർ വിളിക്കുന്നുണ്ടായിരുന്നു വീട്ടിലോട്ട് വരാനായിട്ട്. അങ്ങോട്ട് പോവലും നടക്കില്ല, അവൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എക്സാമും കാര്യങ്ങളും സ്കൂളൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊരു പണിമുടക്കായിരുന്നു. പക്ഷേ എന്തായാലും അവളുടെ ഫോൺ കംപ്ലൈൻ്റ് ആയി, കുറച്ച് ദിവസം കോൺടാക്റ്റൊക്കെ ഇല്ലാതെ ഇപ്പോൾ കുറേ മിസ് ചെയ്ത് കേട്ടോ. അങ്ങനെ അനിയ അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു മൊബൈലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കുട്ടികളും കൂടെ തിരിച്ചതാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ നല്ല മഴയായിരുന്നു. പിന്നെ ഒരു ചായയും വടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. അങ്ങനെ ഒളിച്ചിരുന്ന് ടപ്പെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ അവളെ കിളി പോയി, കാരണം നമ്മൾ വരണത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അനിയനായിട്ടും ഫോൺ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് എല്ലാം കൂടി ആയപ്പോൾ കുറേ സർപ്രൈസ് ആയി കേട്ടോ. പിന്നെ എന്താ പറയുക, അവൾക്ക് ഫോണൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കുറേ നേരം നമ്മൾ സംസാരിച്ചേട്ടാ. എത്രയോ ദിവസത്തിന് ശേഷം കണ്ടതായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഓട്ടോയിൽ നേരെ പുഴയിലോട്ട് പോയി. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ നൈറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഓട്ടോയിൽ അങ്ങോട്ട് പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തേട്ടാ. നല്ല തണുത്ത കാറ്റും ക്ലൈമറ്റൊക്കെ സെറ്റായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പായി വീട്ടിലോട്ട് വന്ന്. അപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്യണത് ഇവിടുത്തെ വീട്ടിൽ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കുട്ടികളുടെ ബഹളം നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.